ഈ ട്രിക്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഫോളോവേഴ്സിനെ കൂട്ടാവുന്നതാണ്. ഏകദേശം 99ഓളം ഫോളോവേഴ്സായി. അത് റീഫ്രഷ് ചെയ്യുന്നതിനനുസരിച്ച് കൂടി വരുന്നുണ്ട്. ന്യൂട്രിനോ പ്ലസ് എന്ന് പറയുന്ന ഈ ആപ്ലിക്കേഷൻ വഴിയാണ് നമ്മൾ ഫോളോവേഴ്സിനെ കൂട്ടുന്നത്. അതിനായിട്ട് ആപ്ലിക്കേഷൻ തുറക്കുക. എന്നിട്ട് ഈ സൈൻ ഇൻ എന്ന് പറയുന്ന ഇതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഈ പേജ് തുറന്നു വരും. ഇതിനകത്ത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ യൂസർ നെയിമും പാസ്വേഡും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാൻ എൻ്റെ പാസ്വേഡ് കാണിച്ചു തരില്ല, കാരണം എൻ്റെ എല്ലാ അക്കൗണ്ടിൻ്റെയും പാസ്വേഡ് ഇത് തന്നെയാണ്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ സാധാരണ സൈറ്റ് തുറന്നു വരുന്ന പോലെ തന്നെ തുറന്നു വരും. അതിൻ്റെ മേലെ ടോപ്പ് റൈറ്റ് കോർണറിലായിട്ട് ഒരു ടിക്ക് സിമ്പിളുണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. നേരെ ന്യൂട്രിനോ ആപ്പിലേക്കാണ് തുറന്നു വരുന്നത്. ഇങ്ങനെ ഒരു ലേ ഔട്ട് ആയിരിക്കും കാണുന്നത്. ഈ അക്കൗണ്ടിൽ ഞാനൊരു പോസ്റ്റ് മാത്രമേ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ. ഇതിനകത്താണെങ്കിൽ ആകെ 4 പേരെ മാത്രമേ നമ്മൾ ഫോളോ ചെയ്യുന്നുള്ളൂ. 39 ഫോളോവേഴ്സ് ഉണ്ട്. ഈ ട്രിക്ക് ഉപയോഗിച്ച് തന്നെയാണ് ഞാൻ ഈ 39 ഫോളോവേഴ്സിനെ ആക്കിയിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് ഡെയിലി ബോണസ് നമുക്ക് കിട്ടും. അതിനായിട്ട് 24 മണിക്കൂറിൽ കൂടുമ്പോൾ നമുക്ക് 30 ഡയമണ്ട് വെച്ചിട്ടാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ ഇവിടെ എനർജി -160 എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതെന്താ കാരണം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇന്നലെ വരെ ഏകദേശം ഒരു 860ഓളം എനർജി ഉണ്ടായിരുന്നു. ഈ 39 ഫോളോവേഴ്സ് ആയി കഴിയുമ്പോൾ ഞാൻ ഈ ഫോളോ ചെയ്തവരെ എല്ലാം അൺഫോളോ ചെയ്ത് കളഞ്ഞു. അപ്പം ഈ എനർജി അതുകൊണ്ട് ഈ -160 എത്തി നിൽക്കുകയാണ്. ഇതാണ് നമുക്ക് എനർജി കൊടുത്ത് വാങ്ങിക്കാൻ പറ്റുന്ന ഡയമണ്ട്സ്. ഏകദേശം 1000 എനർജി കൊടുത്തിട്ടുണ്ടെങ്കിൽ 100 ഡയമണ്ട് കിട്ടും. 4750 കൊടുത്തിട്ടുണ്ട് 500 ഡയമണ്ട്. അങ്ങനെ നമുക്ക് 50000 ഡയമണ്ട് വരെ കിട്ടാനുള്ള ഇതുണ്ട്. ഓരോ എനർജി കൂടിക്കൊണ്ടിരിക്കുമ്പോഴും അതിന് ഇത്ര % ഓഫ് ഉണ്ട്. അങ്ങനെ നമുക്ക് ഡയമണ്ട്സ് ഗെയിൻ ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഡയമണ്ട് നമുക്ക് എങ്ങനെ ഗെയിൻ ചെയ്യാമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിച്ചുതരാം. ഈ കാണിച്ചിരിക്കുന്നവരെ മൊത്തം നമ്മൾ ഫോളോ ചെയ്യുക. ഫോളോ മീൻസ് സബ്സ്ക്രൈബ്. അതായത് ഒരു തവണ നമ്മൾ ഒരാളെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ 8 ഡയമണ്ട് വെച്ച് നമുക്ക് ആഡാകും. അങ്ങനെ ആഡായിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ഓരോരുത്തരെ ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് +5, അതായത് 5 എനർജി വെച്ച് കിട്ടിക്കൊണ്ടിരിക്കും. പിന്നെ അവരുടെ പ്രൊഫൈൽ പിക്ക് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവരെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് കാണാവുന്നതാണ്. എന്നിട്ട് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. എന്നിട്ട് കൂടുതൽ ആൾക്കാരെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. അതിനനുസരിച്ച് നമുക്ക് ഡയമണ്ട് ആഡ് ആയിക്കൊണ്ടേയിരിക്കും. ഡയമണ്ട് ആയിട്ടുണ്ടെങ്കിൽ ഈ സൈഡിൽ ക്ലിക്ക് ടു സ്റ്റാർട്ട് ഗെയിൻ ഫോളോവേഴ്സ് ഉള്ളതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ 2 ഇതാണ് കാണിക്കുന്നത്. അതിൽ 359 ഡയമണ്ടിൻ്റെ ഒരു ഇതും അതിന് ഓഫൊന്നുമില്ല. പിന്നെ 649ൻ്റെ ഒരു പാക്കുമാണുള്ളത്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ കാണിക്കുന്നത് ഇങ്ങനെയാണ്. അതായത് നമ്മുടെ എനർജി ലെവൽ പോസിറ്റീവ് ആണെങ്കിൽ മാത്രമേ ഫോളോവേഴ്സിനെ സെൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എനർജി ലെവൽ പോസിറ്റീവ് ആക്കാൻ വേണ്ടി നമ്മൾ കൂടുതൽ ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കണം, അതായത് ഫോളോ ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഫോളോവേഴ്സിനെ സെൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള ഒരു ഗുണം എന്തെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം നമ്മൾക്ക് വരുന്ന ഈ ഫോളോവേഴ്സ് പെട്ടെന്ന് നമ്മളെ അൺഫോളോ ചെയ്യുകയില്ല. അതൊരു ഗുണമാണ്. അതിനാണ് ഈ എനർജി ലെവൽ ഇവർ കൊടുത്തേക്കുന്നത്. അത് ഏതായാലും ഒരു പ്ലസ് പോയിൻ്റാണ്. പിന്നെ 1000 എനർജി ആയിട്ടുണ്ടെങ്കിൽ നമുക്കത് കൺവേർട്ട് ചെയ്യാം ഡയമണ്ടായിട്ട്. ഏകദേശം 100 ഡയമണ്ടാണ് കിട്ടുന്നത്. പിന്നെ ഡെയിലി ബോണസായിട്ട് ഓരോ 24 മണിക്കൂർ കൂടുമ്പോഴും 30 ഡയമണ്ട് വെച്ച് കിട്ടും. ഇപ്പോഴും -40 ഇതുണ്ട്. നമുക്ക് കൂടുതൽ ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കാം.
പിന്നെ എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാനുള്ളൊരു ടിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പെട്ടെന്ന് ഡയമണ്ട് കൂട്ടാനായിട്ട് സ്പീഡിൽ നിങ്ങൾ ആൾക്കാരെ ഫോളോ ചെയ്ത് കൊടുക്കരുത്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പം ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ബ്ലോക്ക് ആകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ചെറിയ 1 മണിക്കൂർ ഗ്യാപ്പ് ഇട്ടിട്ട് നിങ്ങൾക്ക് നിങ്ങളെ ഫോളോ ചെയ്യുക ആൾക്കാരെ. പിന്നെ ഈ ഒരു പേജ് മൊത്തം ഫോളോ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇതിൽ കൂടുതൽ ഇങ്ങനെ റീഫ്രഷ് ചെയ്ത് ഫോളോ ചെയ്യുന്നതാണ്. അപ്പോൾ കുറച്ച് ടൈം കൊടുത്തിട്ട് ഫോളോ ചെയ്യുക. എന്നിട്ട് ഞാൻ ഫോളോവേഴ്സിനെ സെൻഡ് ചെയ്യുകയാണ്. കാരണം നമ്മുടെ എനർജി പോസിറ്റീവ് ആയിട്ടുണ്ട്. പിന്നെ ഈ രണ്ടാമത്തെ 649 ഇതുള്ളതാണ്. അതിന് 10% ഓഫുള്ളതുകൊണ്ട് അതാണ് എടുക്കുന്നത്. എന്നിട്ട് ഓക്കെ എന്ന് ക്ലിക്ക് ചെയ്യുക. ഇതാ ഫോളോവേഴ്സിനെ സെൻഡ് ചെയ്തെന്ന് എഴുതി കാണിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. അതാ ഫോളോവേഴ്സ് ഓരോരുത്തരായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഫസ്റ്റ് ഫോളോവേഴ്സ് എത്തി. അതാ ഫോളോവേഴ്സ് ഓരോരുത്തരായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. റീഫ്രഷ് ചെയ്ത് കൊടുത്തോണ്ടേ ചെയ്യാം. കുറച്ച് ടൈം എടുക്കും. കാരണം ഏകദേശം 20 മിനിറ്റാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. ഇത് 39 എന്നുള്ളത് 40 ആയിട്ടുണ്ട്. ഓരോരുത്തരായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട് ഫോളോവേഴ്സ്. ഏകദേശം 20 മിനിറ്റ് കൊണ്ടാണ് ഈ ഒരു ഇത് കംപ്ലീറ്റ് ആകുന്നത്. കാരണം നമ്മൾ 20% ഓഫുള്ള ഇതാണ് എടുത്തത്. പിന്നെ ഈ വരുന്നതെല്ലാം റിയൽ ഫോളോവേഴ്സാണ്. അതായത് നമ്മളെപ്പോലുള്ള നമ്മൾ നേരത്തെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ നേരത്തെ ഫോളോ ചെയ്ത ഇതുപോലുള്ള ഫോളോവേഴ്സാണ്. അതുകൊണ്ട് ഇവർ നമ്മൾ ഇടുന്ന പോസ്റ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ ഫോട്ടോസ് ലൈക്ക് ചെയ്യും. റീഫ്രഷ് ചെയ്ത് കൊടുക്കുന്നതിനനുസരിച്ച് ഫോളോവേഴ്സ് കൂടുന്നുണ്ട്. ഓരോ സെക്കൻഡ് ഇടവിട്ടും ഫോളോവേഴ്സ് കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. ഞാൻ നിങ്ങൾക്കൊരു ടിപ്പ് പറഞ്ഞുതരാം. നിങ്ങളിപ്പോൾ ഉപയോഗിക്കുന്ന ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് അല്ലാതെ നിങ്ങളൊരു പുതിയൊരു പേജ് ക്രിയേറ്റ് ചെയ്യുക എന്നെപ്പോലെ. എന്നിട്ട് നിങ്ങൾ ഈ ട്രിക്ക് ഉപയോഗിച്ചിട്ട് ആവശ്യത്തിലധികം ഫോളോവേഴ്സിനെ ഉണ്ടാക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഫോളോവേഴ്സ് മതിയെന്ന് തോന്നി കഴിയുമ്പോൾ നിങ്ങൾ ഇപ്പോൾ ഉള്ള അക്കൗണ്ടിലുള്ളവരെ ഈ അക്കൗണ്ടിലേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് ഉപയോഗിക്കുക. ഇനി നമുക്ക് അതിൻ്റെ ലൈക്ക് ഇതേപോലെ സെൻഡ് ചെയ്യാം. ഏകദേശം ഒരു 40ഓളം ലൈക്ക് നമുക്ക് സെൻഡ് ചെയ്ത് നോക്കാം. പക്ഷേ സെൻഡ് ചെയ്യുമ്പം അത് ഫെയിൽഡായിട്ടാണ് കാണിക്കുന്നത്. ഞാൻ ഇന്നലെ ഇത് ട്രൈ ചെയ്ത് നോക്കി, പക്ഷെ വർക്കായിട്ടില്ല. എന്തോ ഫോളോവേഴ്സ് മാത്രം കറക്റ്റായിട്ട് ആഡാകുന്നുണ്ട്, പക്ഷെ ലൈക്ക് വരുന്നുമില്ല. ഈ ട്രിക്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഫോളോവേഴ്സിനെ കൂട്ടാവുന്നതാണ്. ഏകദേശം 99ഓളം ഫോളോവേഴ്സായി. അത് റീഫ്രഷ് ചെയ്യുന്നതിനനുസരിച്ച് കൂടി വരുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാവുന്നതാണ്. മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നവരേക്കും ഗുഡ് ബൈ.